ഹായ്, നമസ്കാരം. ഇന്നലെ എനിക്കൊരു ചെറിയ ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടായി. ഫിസിക്കൽ പ്രശ്നമൊന്നും അല്ല കേട്ടോ, അപകടങ്ങളൊന്നുമല്ല. എന്താന്ന് വെച്ചാൽ ഒരു ഞങ്ങൾക്കൊരു ഞങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സെയിൽസ് ഉണ്ട്. അതായത് ലബോറട്ടറികൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സെയിൽസിലേക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. സ്റ്റാറ്റസിലും അതുപോലെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് ആൾക്കാർ അയച്ചു. ബയോഡാറ്റ ഞാൻ വായിച്ചു നോക്കി, കുഴപ്പമില്ല. അപ്പോ ഒന്ന് രണ്ട് ബയോഡാറ്റ കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതായത് ഈ ഈ പുതിയ തലമുറയിലുള്ള പഴയതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനും ബയോഡാറ്റ പണ്ട് അയച്ചിരുന്നപ്പോഴൊക്കെ ഏകദേശം ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് ആണ് അയച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോ അത് ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബയോഡാറ്റ, ഒരു വൃത്തിയില്ലാതെ ഒരു വേർഡിൽ ഉണ്ടാക്കിയതാണ് എന്ന് തോന്നുന്നു. അത് ജസ്റ്റ് എങ്ങനെ എന്താണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അതിൽ ഞാൻ എഴുതിയതൊക്കെ എനിക്ക് അറിയോ, ഒന്നും അതിൽ ശ്രദ്ധിക്കാണ്ട് എനിക്ക് ജോലി കിട്ടണ്ട എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബയോഡാറ്റ. അതില് ഇപ്പോ ലാംഗ്വേജ് നോൺ എഴുതിയിട്ടുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. അപ്പൊ ഞാൻ ആളെ വിളിച്ചു ചോദിച്ചു, ഹിന്ദി അറിയല്ലേ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ഓൾ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിന്ദി അറിയുന്ന ഒരു ആളാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ട്. അവര് ഏതെങ്കിലും ഹിന്ദി എൻക്വയറി ഒക്കെ വരുമ്പോൾ നമുക്ക് കോള് സംസാരിക്കാൻ നല്ലതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ അവൻ പറയും ഹിന്ദി അറിയില്ല, ഹിന്ദി വായിക്കാൻ അറിയാം. അപ്പോ അങ്ങനെ ഒരാള് പ്രതീക്ഷയോട് കൂടി ഒരു ജോബിന്റെ ആള് വിളിക്കുമ്പോൾ അറിയാത്തൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് ഭയങ്കര നെഗറ്റീവ് അല്ലേ. വെറുതെ എഴുതുക, എന്നിട്ടൊരു കോള് വേസ്റ്റ് ആക്കുക. മറ്റുള്ള ആൾക്കാരെ ഇപ്പൊ മിക്കവാറും ഈ ജോലിക്ക് ആളെടുക്കുന്നവരൊക്കെ അവര് ഒരുപാട് ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സമയം ഇമ്പോർട്ടന്റ് അല്ലേ. പിന്നുള്ളത് അവര് എഴുതിയത് ഇപ്പോ ഒരു ഇതില് ഫെബ്രുവരി എക്സ്പീരിയൻസ് എഴുതുമല്ലോ, ഫെബ്രുവരി 2024 വരെ. അതിൽ എഫ് സ്മോള്, ഇ ബി അല്ല, എഫ് ക്യാപിറ്റൽ സ്മോള്, ഇ ബി എല്ലാം സ്മോള്, 2024 സ്പേസ് ഒന്നുമില്ലാണ്ട്. അടുത്തതില് എഫ് ക്യാപിറ്റൽ, ഇ ബി ഒരു സ്പേസ് ഇട്ടിട്ട് 2024. അടുത്തതില് സ്പേസ്, ഒരു ഹാഷ് അല്ല ഒരു ഡാഷ്, പിന്നെ ഒരു സ്പേസ്, ഡാഷിന് മുമ്പ് സ്പേസിൽ, അങ്ങനെ ഒരു 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 പ്രൊഫഷണൽ അല്ല. അതുപോലെ കുറെ കാര്യങ്ങളായി. അപ്പൊ നമ്മള് ഒരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോൾ ഇത് സത്യത്തിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടാവും. പിന്നെ യുവാക്കളുണ്ടെങ്കിൽ യുവാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മളെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളൊരു ബയോഡാറ്റ അയക്കുമ്പോൾ ഇത് കാണുന്ന ആൾക്ക് നമ്മളെ വിളിക്കാൻ തോന്നണ്ടേ? അതിനല്ലേ നമ്മൾ അയക്കുന്നത്. ഇതിലെ വിവരങ്ങൾ കേട്ട് കണ്ടിട്ട് വിളിക്കാൻ തോന്നണം. ഇയാൾ ഒരു പ്രൊഫഷണൽ ആണെന്ന് തോന്നണം. ഈ അയക്കുന്ന ആളെ കൊണ്ട് ഈ ശമ്പളം കൊടുക്കുന്ന മുതലാളിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ വരണ്ടേ? അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ പല ആളുകളും ഇപ്പോ പ്രേമിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പോവുക? നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം വൃത്തിയിൽ, മുടിയൊക്കെ ഇടുന്നു, ഒന്ന് വൃത്തിയിൽ പോകുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ പുതിയ തലമുറ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ പെൺകുട്ടികളുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഇഷ്ടം എങ്ങനെയാണോ കോമൺ, അതിനനുസരിച്ചല്ലേ പോവാ. അപ്പൊ എന്നാലും നമ്മളൊരു ബെറ്റർ, കുഴപ്പമില്ല, ഞാൻ കൊള്ളാം എന്നുള്ള രീതി പറഞ്ഞ് അല്ലെങ്കിൽ കണ്ടാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണല്ലോ നമ്മൾ പോവുക. അതെന്തുകൊണ്ടാണ്? നമുക്കതൊരു ആവശ്യമാണ്. അതേപോലെ ഇതൊരു ആവശ്യമായി എടുക്കാണ്ട് വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് എനിക്ക് ജോലി കിട്ടും, എന്നെ വിളിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യമുണ്ടാവും. ഇനി വിളിച്ചാൽ തന്നെ നല്ലൊരു ആൾക്ക് കൊടുക്കേണ്ട സാലറി അല്ലല്ലോ അയാൾ പറയാം. ഒരു പ്രൊഫഷണൽ CV കണ്ടാൽ പറയാവുന്ന സാലറി ആവില്ല ഇത്. ഇപ്പൊ കുറച്ച് മുമ്പ് ഒരാൾക്ക്, ഇപ്പൊ ഒരു 2 മാസം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു CV കണ്ട് വായിച്ച്, ഇതേപോലത്തെ ഒരു സബ്ജക്ട്, അതറിയോന്ന് ചോദിച്ചപ്പോ അതറിയില്ല. അത് ആ CV-യിൽ ഉണ്ടോന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ കസിൻ ഉണ്ടാക്കി തന്നാണ് ബയോഡാറ്റ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ബയോഡാറ്റ ഉണ്ടാക്കി കസിൻ ഉണ്ടാക്കി തന്നത് ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഇതിൽ എന്താ എഴുതിയുള്ളതെന്ന് ഒന്ന് വായിച്ചു നോക്കണേ. അതുപോലും വായിച്ചു നോക്കാണ് അയച്ചു വിടുകയാണ് ആൾക്കാർക്ക്. അപ്പോ നമ്മൾ ബേസിക്കലി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ച് ബയോഡാറ്റ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഭയങ്കര എളുപ്പമാണ്. ഒന്നുകിൽ ഒരാളെ കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ പഠിച്ച് ഉണ്ടാക്കാം. ഇത് കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരു കമ്പനി പറയാണ്, ഓ ഇത് നിനക്ക് കൊള്ളാലോ, നിനക്കൊരു ടൈപ്പിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു എഡിറ്റിങ്ങിന്റെ ഒരു ജോലി ഉണ്ട് ഇവിടെ, ഗ്യാപ്പ്, അതിന് നീ ഇൻട്രസ്റ്റഡ് ആണോ എന്നെങ്കിലും ചോദിക്കും. അത് നമുക്ക് അറിയുന്ന ഒരു പണിയാണല്ലോ. നമ്മൾ അറിയുന്ന പണി ചെയ്യിപ്പിക്കാനാണ് നമ്മളെ ഓരോ കമ്പനിയും നമ്മൾ എടുക്കുക. അല്ലാണ്ട് നമ്മൾ പഠിച്ച പണി അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ വായിച്ച പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും കമ്പനിയിൽ കൊണ്ട് ഫോട്ടോ കോപ്പി എടുത്ത് വിൽക്കാനല്ലല്ലോ. അവര് നമ്മളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അതിനു വേണ്ടി കറക്റ്റ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട്
നമ്മളിപ്പോ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട ഞാൻ എവിടേക്കാണ് പോകുന്നത്, അല്ലെ? എന്തിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്? ഇത് നമുക്ക് അതിന്റെ ഒരു ലക്ഷ്യമില്ലാതെ ആർക്കെങ്കിലും ബയോഡാറ്റ അയക്കുന്നതിന് പകരം എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യുക, ആ കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പ് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ആ കമ്പനിക്ക് എന്ത് ഗുണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ ഗുണത്തിനാണല്ലോ നമുക്ക് പൈസ കിട്ടുക. അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരതിന്റെ ഒരു പാർട്ടാണ് നമുക്ക് സാലറി ആയിട്ട് തരിക. അത് എത്ര കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സാലറി. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം കമ്പനീനെ സെലക്ട് ചെയ്യുന്നു. നമ്മളെ കമ്പനി സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കമ്പനീനെ സെലക്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. എന്നിട്ട് അതിന് വേണ്ട പഠനം നമ്മൾ നടത്തുക. അതിനുശേഷം ആ പഠനം വെച്ച് നമ്മൾ ആ കമ്പനിയിൽ എങ്ങനെ കയറിക്കൂടാന്ന് നോക്കാം. അപ്പോ നമുക്ക് ആ കമ്പനിയിൽ കിട്ടിയില്ലെങ്കിലും അതുപോലെ ഏതെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയിലെങ്കിലും നമുക്ക് കയറി പറ്റാനുള്ള ഒരു ഇതുണ്ടാവും. കാരണം നമ്മൾ എങ്ങനെയും പോകുമ്പോൾ നമ്മൾ ആ യാത്ര തീരുമാനിക്കാതെ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും അല്ലേ എത്തുക, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തില്ലല്ലോ. അപ്പോ അതുപോലെ പഠിക്കുക, എന്നിട്ട് കൃത്യമായി നല്ല രീതിയിൽ ബയോഡാറ്റ പ്രസന്റ് ചെയ്യുക, നല്ല രീതിയിൽ അതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് പഠിച്ച് കുറച്ചും കൂടി ഇത് ചെയ്ത് പോവുക. ഇനി ബയോഡാറ്റയിൽ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി ചെയ്യുക. ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അതിന്റെ സീരിയസ്നെസ്. നമുക്ക് വേണ്ട കാര്യം നമുക്ക് കൃത്യമായി ഉറപ്പിക്കുക. നമ്മൾ ഉറപ്പിച്ച സാധനം സീരിയസ് ആണെങ്കിൽ അത് സീരിയസ് സെൻസിലെടുത്ത് അതുപോലെ അതിന് വേണ്ട പ്രവർത്തനം ചെയ്യുക. മനസ്സിൽ സീരിയസ്നെസ് ഉണ്ട് പക്ഷെ പ്രവൃത്തിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ അറിയണ്ടേ, നമ്മളെ കഴിവുകൾ മറ്റുള്ളവർ അറിയണ്ടേ? ഇതറിയാണ്ട് എങ്ങനെ ഒരു കമ്പനി ആൾക്കാരെ എടുക്കുക? അപ്പോ അതുമായി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടുതൽ മക്കൾക്കോ അങ്ങനെ പരിചയമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലെ വിവരം ഇതിൽ കിട്ടിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.